വളരെ സന്തോഷമുള്ള ഒരു കാര്യം പറയാനാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഞാൻ ജനിച്ചു വളർന്ന എലിക്കുളമെന്ന ഗ്രാമത്തിൽ ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിലായിരുന്നു ലിറ്റിൽ ഫ്ലവർ ചർച്ചിലെ പ്രദർശനത്തിൻ്റെ രൂപങ്ങൾ കൊണ്ടുവന്ന് വെച്ചിരുന്നത്. പണ്ട് ആ നാട്ടിലുള്ള എല്ലാ ജനങ്ങളും നമ്മളെ എല്ലാവരും വളരെ സന്തോഷത്തിൽ അയൽവക്കംകാരെല്ലാം കൂടിയാണ് പന്തലിട്ട് നമ്മളത് രൂപം നമ്മൾ സ്വീകരിച്ചിരുന്നത്, പ്രദർശനം വരുന്ന രൂപം വെച്ചിരുന്നത്. എന്നാൽ ഒരു ദിവസം ഒരു വർഷം അവിടെ വലിയ മഴയുണ്ടാകുകയും ഈ രൂപങ്ങൾ നനയാനിടയാകുകയും രൂപങ്ങൾ നമ്മുടെ വീടിൻ്റെ വരാന്തയിൽ കൊണ്ടുവന്ന് വെക്കുകയും ചെയ്യേണ്ടി വന്നു. അന്ന് എൻ്റെ ഫാദർ KS അലക്സാണ്ടർ സാറ് ഒരു കുരിശുപള്ളി പണിത് സ്ഥിരമായിട്ട് രൂപങ്ങൾ നനയാതെ വെക്കുന്നതിനെക്കുറിച്ച് ഒരു നേർച്ച നേരുകയും അങ്ങനെ ഒരു കുരിശുപള്ളി പണിയാനായിട്ട് വർഷങ്ങളുടെ പ്രയത്നം എടുക്കുകയും അങ്ങനെ വർഷങ്ങൾ കൊണ്ട് ഞങ്ങൾ സ്ഥലം കൊടുക്കുകയും ആ സ്ഥലത്ത് ഈ നാട്ടിലെ നല്ലവരായ എല്ലാ ആൾക്കാരും ചേർന്ന് അതിമനോഹരമായ ഒരു കുരിശുപള്ളി നിർമ്മിക്കുകയുണ്ടായി. ആ കുരിശുപള്ളിയുടെ വെഞ്ചിരിപ്പാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പം വർഷങ്ങളുടെ കാത്തിരിപ്പും പ്രാർത്ഥനയും കൊണ്ട് നേടിയെടുത്ത ആ കുരിശുപള്ളിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. ഞങ്ങൾക്കും ഞങ്ങളുടെ നാട്ടുകാർക്കും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എല്ലാവർക്കും വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥന അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ കുരിശുപള്ളിയുടെ വെഞ്ചരിപ്പ് കർമ്മത്തിലേക്ക് നമുക്ക് പോകാം. എല്ലാവരും അത് സ്കിപ്പ് ചെയ്യാതെ കാണുക, ഞങ്ങളെ അനുഗ്രഹിക്കുക. നമ്മുടെ കുരിശടിയുടെ വെഞ്ചരിപ്പ് ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. അപ്പോൾ പിതാവ് ഉടൻ തന്നെ എത്തിച്ചേരുന്നതാണ്. ദൈവകാരുണ്യത്തെ തണലിൽ വിശ്വാസികൾക്കായി ഒരുങ്ങുന്ന ഈ പുണ്യാലയത്തിന് ചേർത്താണ് ഈ സ്വപ്നത്തിന് തുടക്കമാകുന്നത്. 5 മൈൽ സ്വദേശിയായ ശ്രീ അലക്സാണ്ടർ കടുക്കുന്നേൽ തന്റെ പുരയിടത്തിൽ കുരിശിന്റെ പുകഴ്ചയുടെ നാമത്തിൽ ഒരു കുരിശുപള്ളി പണിയണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചു. മടുക്കക്കുന്ന ലിറ്റിൽ ഫ്ലവർ ദേവാലയത്തിന് ഇതിനായി സ്ഥലം വിട്ടു നൽകാമെന്ന് അദ്ദേഹം സമ്മതിച്ചുവെങ്കിലും സാങ്കേതികമായ ചില കാരണങ്ങളാൽ നിർമ്മാണം നീണ്ടുപോയി. വർഷങ്ങൾക്കിപ്പുറം 2018 ഫാദർ ഗ്രിഗറി കൂട്ടിമേൽ വികാരിയായിരുന്ന സമയത്ത് ശ്രീ അലക്സാണ്ടർ തന്റെ വാഗ്ദാനം പാലിച്ച് 5 സെന്റ് സ്ഥലം വിട്ടു നൽകി. മനോഹരമായ ഒരു കുരിശുപള്ളി പണിയണമെന്ന ഉറച്ച ആഗ്രഹത്തോടെ 2022 ഫാദർ ഐസക് പടിഞ്ഞാറേക്കുറ്റിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം 2 സെന്റ് സ്ഥലം കൂടി വിട്ടു നൽകിയതോടെ ആകെ 7 സെന്റ് സ്ഥലത്ത് നിർമ്മാണത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി.
സർക്കാർ അനുമതികൾക്കായി ഫാദർ ഐസക് അച്ഛൻ നടത്തിയ ശ്രമങ്ങൾ തുടർന്നു വന്ന വികാരി ഫാദർ വർഗീസ് ആലുങ്കലിന്റെ കാലത്ത് ഫലം കാണുകയും ഗവൺമെന്റ് അംഗീകാരം ലഭിക്കുകയും ചെയ്തു. 2024 ഓഗസ്റ്റ് മാസത്തിൽ ഈ സ്ഥലത്ത് പ്രാർത്ഥനകൾ ആരംഭിച്ചു. തുടർന്ന് 2025 ഫെബ്രുവരി 9 കുരിശുപള്ളിക്ക് കല്ലിട്ടു. ഈ ദേവാലയത്തിന്റെ ഓരോ കല്ലും പടുത്തുയർത്തപ്പെട്ടത് അനേകം വിശ്വാസികളുടെ പ്രാർത്ഥനയാലും നിരന്തരമായ പരിശ്രമത്താലുമാണ്. സുമനസ്സുകളുടെ അകവഴിഞ്ഞ സാമ്പത്തിക സഹായങ്ങളും സഹകരണവുമാണ് ഈ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ കരുത്തേകിയത്. ഏവരുടെയും കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് 2024 ഏപ്രിൽ 19 അഭിമന്യ സെബാസ്റ്റ്യൻ തെക്കത്തച്ചേരി പിതാവ് ഈ കുരിശുപള്ളി ആശീർവദിക്കുന്നു. ഇതിനു നേതൃത്വം നൽകിയ എല്ലാവർക്കും, പ്രത്യേകിച്ച് സ്ഥലം ദാനമായി നൽകിയ ശ്രീ അലക്സാണ്ടർ കടുക്കുന്നേൽ സാറിനും കൺവീനറായ ശ്രീ ജോയ്കുട്ടി തോകനാടിനും ഇടവക സമിതി സെക്രട്ടറിയായ ശ്രീ ജോമോൻ കോട്ടയിലിനും സാമ്പത്തിക സമിതി സെക്രട്ടറി ശ്രീ തോമസ് കടുതോടിക്കും എല്ലാ കമ്മിറ്റി അംഗങ്ങൾക്കും സാമ്പത്തികമായും പ്രാർത്ഥനയായും ശ്രമദാനമായും അകമഴിഞ്ഞ് സഹായിച്ച എല്ലാവർക്കും നന്ദി അർപ്പിക്കുന്നു. ഇപ്പോൾ കുരിശുപള്ളി വെഞ്ചിരിപ്പിനായി നമുക്ക് ഏവർക്കും ഒരുങ്ങാം. ദൈവസ്നേഹം നിറയ്ക്കണേ, പരിശുദ്ധാത്മാവേ നീഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ. ആറ്റിടും ചന്ദ്രമേറുന്ന ദീപമേ, കേടുമാത്മാവിനാശവീശുന്ന മോഹന ദിവ്യഗാനമേ, പരിശുദ്ധാത്മാവേ വീഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ. മുണ്ടക്കയം മേഖലയുടെ ഫൊറോന വികാരി പെരുമാനപ്പെട്ട ഡെന്നിസ് കണ്ണവാൽ അച്ഛ, മൂവാറ്റുപുഴ മേഖലയുടെ പുതിയ ഫൊറോന വികാരി പെരുമാനപ്പെട്ട ഫ്രാൻസിസ് അതുപോലത്തെ ഈ മേഖലയിൽ ശുശ്രൂഷ ചെയ്യുന്ന പ്രിയപ്പെട്ട വൈദികരെ, നമ്മുടെ പ്രിയങ്കരനായ MP, പ്രിയങ്കരനായ MLA, മറ്റ് ഇടവാംഗങ്ങളെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പ്രിയജനങ്ങളെ, കുഞ്ഞുമക്കളെ, ലോകത്തെ ഏറ്റവും മനോഹരമായ ദേവാലയം ജെറൂസലേം ദേവാലയമാണ്. കാരണം അത് നിർമ്മിച്ചത് ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതി അനുസരിച്ചാണ്. എന്നാൽ അത് നിർമ്മിക്കാനായിട്ട് ദാവീദ് രാജാവ് ആഗ്രഹിച്ചു. പ്രവാചകനെ വിളിച്ചിട്ട് പറഞ്ഞു, ദൈവത്തിന് ഒരു കൂടാരത്തില് വസിക്കുന്നു, ഞാനാണെങ്കിൽ ദേവദാരു കൊണ്ടുള്ള കൊട്ടാരത്തിൽ വസിക്കുന്നു, അതുകൊണ്ട് ദൈവത്തിനായി ഒരാലയം പണിയുന്നു. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, നിനക്കെല്ലാം സാധിക്കും, നിന്റെ ഇഷ്ടം പോലെ ചെയ്തുകൊള്ളുക. എന്നാൽ ആ രാത്രിയിൽ ദൈവം പ്രവാചകന് പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, ദാവീദ് എനിക്ക് വേണ്ടി ദേവാലയം പണിയില്ല, എന്നാൽ അവൻ്റെ പ്രിയപ്പെട്ട മകൻ ദേവാലയം പണിയും. അപ്പോൾ ഇവിടെ നമുക്ക് ഈ പ്രകാരം മനോഹരമായ ഒരു കപ്പേള സ്ഥാപിക്കുന്നതിനായിട്ട് സാവുച്ചൻ ആഗ്രഹിച്ചു, ഗ്രിഗരിയച്ചൻ ആഗ്രഹിച്ചു, ഐസക് പടിഞ്ഞാറേക്കുട്ട അച്ഛൻ ആഗ്രഹിച്ചു. പക്ഷെ അത് നിറവേറ്റാനായിട്ട് കഴിഞ്ഞത് ആലുങ്കലച്ചനാണ്. അന്ന് ജെറുസലേം രാവിലത്തെ വെഞ്ചരിപ്പിൽ അവിടുത്തെ MP, MLA ഒക്കെ ഉണ്ടായിരുന്നു എന്ന് അറിയത്തില്ല. പക്ഷെ ഇപ്പൊ പൊൻകുന്നം പാല റൂട്ടിലൂടെ ധാരാളം യാത്ര ചെയ്യുന്നതാണ്. ഒരു കപ്പേള എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ചിന്ത മനുഷ്യർക്ക് നൽകുന്ന ഇടമാണ്.
ഇന്ന് മനുഷ്യർക്കുള്ള ഏറ്റവും വലിയ കുറവ് ദൈവവിചാരം നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ്. ദൈവവിചാരം നഷ്ടപ്പെട്ടു പോയതോടൊപ്പം ദൈവഭയവും നഷ്ടപ്പെട്ടു. അങ്ങനെ വന്നപ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പിശാചിന്റെ വലയിൽ ജീവിക്കുകയാണ്. നമ്മളെല്ലാവരും യാത്രക്കാരാണ്. സഭ പറയുന്നത് നമ്മൾ പിൽഗ്രിംസ് ആണ്, പ്രത്യാശയുടെ തീർത്ഥാടകരാണ്. തീർത്ഥാടകർക്ക് അവർ കാല് കഴിക്കും മാത്രമേ എവിടെയെങ്കിലും ഇരിക്കത്തുള്ളൂ, ഇല്ലെങ്കിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അതുപോലെ പാലാ പൻകുന്നൻ റൂട്ടിലെ ധാരാളം ആളുകൾ ഏതോ ലക്ഷ്യസ്ഥാനം മുന്നിൽ കണ്ടുകൊണ്ട് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഈ കപ്പേള കാണുമ്പോൾ ദൈവവിചാരം വരും, ദൈവത്തെ കുറിച്ച് ചിന്തിക്കും, അറിയാതെ തന്നെ ഒന്ന് നെറ്റിയിൽ കുരിശ് വരും. ഈ കപ്പേളകളുടെ ഉദ്ദേശം അതാണ്, ദൈവത്തെക്കുറിച്ചുള്ള ചിന്ത മനുഷ്യർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. തിരക്കേറിയ ജീവിതത്തിൽ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കാൻ പലപ്പോഴും സാധ്യമാകാതെ വരുന്നു. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഈ കുരിശും കപ്പേളകളും ഒക്കെ നമുക്ക് സഹായമാകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കപ്പേള ഇവിടെ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച ഈ അലക്സാണ്ടർ സാറിനും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളോടുള്ള പ്രത്യേകമായ നന്ദി ഈ ഇവിടുത്തെ പ്രിയപ്പെട്ട വികാരി അച്ഛനോട് പേരിലും ഇവിടെയുള്ള എല്ലാ വിശ്വാസികളുടെ പേരിലും ഞാൻ ആദ്യമേ തന്നെ രേഖപ്പെടുത്തുകയാണ്. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കും. ഇവിടെ നടക്കുന്ന ഓരോ പ്രാർത്ഥനയുടെ ഫലം അലക്സാണ്ടർ സാറിനും കുടുംബാംഗങ്ങൾക്കും ലഭിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അങ്ങയുടെ ആ നല്ല ചിന്തയ്ക്ക് ദൈവം കൂടുതൽ ഫലം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഇതിന്റെ നിർമ്മാണത്തിനായി ഈ പ്രദേശത്തുള്ള വിശ്വാസികൾ വളരെയധികം കഷ്ടപ്പാടുകൾ ഇത് ഈ രീതിയിൽ കുട്ടരായിട്ട് ആലിംഗരച്ചൻ ഏറ്റെടുത്തിട്ടുണ്ട്. എല്ലാ അച്ഛന്മാരോടും ഇവിടുത്തെ ഇതിന്റെ ഈ കപ്പേള, ഇത്ര മനോഹരമായ കപ്പേള, ഞാൻ പറഞ്ഞ ഏറ്റവും മനോഹരമായ കപ്പേള അല്ലെങ്കിൽ ജെറുസലേം ദേവാലയമാണ്. അപ്പോൾ അതിനേക്കാൾ മനോഹരമാണോ എന്നുള്ളൊരു സംശയമുണ്ട്. ഞാൻ പോയി പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. പക്ഷെ അത്ര മനോഹരമായിട്ടൊന്നും വരില്ല. എങ്കിൽ പോലും മനുഷ്യമായിട്ട് ഇത് മനുഷ്യനിർമ്മിതവും മറ്റേ ദൈവനിർമ്മിതവുമാണ്, അതിൽ നിന്നുള്ള വ്യത്യാസം. അപ്പോൾ അങ്ങനെ ഒരു കപ്പേള വളരെ മനോഹരമായിരിക്കുന്നു. ഒരിക്കൽ മാത്രമേ ഇതിന്റെ ദൂരെ നിന്നതിന്റെ നിർമ്മാണം കണ്ടിട്ടേ ഉള്ളൂ. സാധാരണ ഇവിടെ നിന്ന് കൂടെ പോകുന്നതാണ്. പിന്നെ ആലിംഗലച്ചൻ്റെ അടുത്ത് അങ്ങനെ എപ്പോഴും പോകേണ്ട കാര്യമില്ല. എല്ലാം കൃത്യമായിട്ട് ചെയ്യുമെന്നുള്ളൊരു ഉറപ്പ് കൊണ്ടാണ് ഞാൻ ഇടയ്ക്കൊന്ന് വരാതിരിക്കുന്നത്. അച്ഛൻ ഇത്രയും ദൈവത്തിനെ അനുഗ്രഹിക്കട്ടെ. ഈ കപ്പേള ഈ പ്രദേശത്തിന് അനുഗ്രഹത്തിന് കാരണമാകട്ടെ. ഈ റോഡിലൂടെ യാത്ര ചെയ്യുന്നവർക്ക് പരീക്ഷ ലഭിക്കാനായിട്ട് ഈ കപ്പേള ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിന്റെ നെഞ്ചെടുപ്പ് കർമ്മം നമുക്ക് തുടരാം. നമ്മൾ ആദ്യം ജലം ആശ്രമിക്കുകയാണ്. സർവശക്തനായ ദൈവമായ കർത്താവേ, അങ്ങ് കാരുണ്യപൂർവം അങ്ങേ ജനത്തിന്റെ പ്രാർത്ഥനയോടെ ആയിരിക്കണമേ. ഞങ്ങളുടെ വിസ്മരണീയമായ സൃഷ്ടികർമ്മവും അതിലേറെ വിസ്മരണീയമായ പരിത്രാണവും അനുസ്മരിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി ഈ ജലം ആശീർവദിക്കുവാൻ തിരുവുള്ളമാകണമേ. എന്തെന്നാൽ ഭൂമിയെ ഫലഭൂയിഷ്ടമാക്കാനും ഞങ്ങളുടെ ശരീരത്തിന് സൗഖ്യവും ശുദ്ധിയും നൽകാനും അങ്ങ് ജലം സൃഷ്ടിച്ചുവല്ലോ. അങ്ങേ കാരുണ്യത്തിന്റെ നീർച്ചാലായ അങ്ങ് ജലം സ്ഥാപിച്ചു. അങ്ങേ ജലത്തെ അടിമത്തുമെന്ന് അങ്ങ് മോചിതരാക്കുകയും മരുഭൂമിയിൽ അവരുടെ ദാഹം ശോഭിക്കുകയും ചെയ്തു. അതുവഴി മാനവവംശവുമായി
അങ്ങ് ചെയ്യാനിരുന്ന പുതിയ ഉടമ്പടി പ്രവാചകന്മാർ വിളംബരം ചെയ്തു. യോർദാനിൽ ഞങ്ങളുടെ മലിനീയ പ്രകൃതി നവജന്മത്തിന്റെ സ്നാനത്തിൽ അങ്ങ് ശുദ്ധീകരിച്ചു. ആകയാൽ ഈ ജലം ഞങ്ങൾ സ്വീകരിച്ച ജ്ഞാനസ്നാനത്തിന്റെ സ്മാരകമായി ഭവിക്കാനും പെസഹാ മഹോത്സവ വേളയിൽ ജ്ഞാനസ്നാനം സ്വീകരിച്ച ഞങ്ങളുടെ സഹോദരനോടൊത്ത് സന്തോഷം പങ്കുവെക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. സർവശക്തനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങേ സൃഷ്ടിയായ ഈ ഉപ്പ് അങ്ങേ കാരണത്താൽ ആസ്വദിക്കുവാൻ അങ്ങത്തിലുള്ളമാകണമേ. ജലത്തിന്റെ മാലിന്യം നീക്കാൻ, നീക്കം ചെയ്യാൻ, ജലത്തിൽ ഉപ്പ് കലർത്താൻ എലീശാ പ്രവാചകൻ വഴി അംഗീകരിച്ചുവല്ലോ. കർത്താവേ, ഉപ്പിന്റെയും ജലത്തിന്റെയും മിശ്രിതം തളിക്കപ്പെടുന്ന സ്ഥലത്ത് നിന്നെല്ലാം പിശാചിന്റെ എല്ലാ ആക്രമണങ്ങളും ദൂരീകരിക്കാനും അങ്ങേ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഞങ്ങളെ നിരന്തരം കാത്തു പാലിക്കുവാനും അനുഗ്രഹിക്കണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളണമേ. രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിൽ നിന്ന് സോളമൻ കർത്താവിന് ബലിപീഠത്തിന് മുമ്പിൽ ഇസ്രായേൽ ഇനത്തിന്റെ സന്നിധിയിൽ ഉന്നതങ്ങളിലേക്ക് കരങ്ങളുയർത്തി പ്രാർത്ഥിച്ചു. ഇസ്രായേൽ ദൈവമായ കർത്താവേ, പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയുടെ സന്നിധിയിൽ വ്യാപരിക്കുന്ന ദാസന്മാരുടെ ഉടമ്പടി പാലിക്കുകയും അനന്ത സ്നേഹം അതിമേൽ ചൊരിയുകയും ചെയ്യുന്ന അങ്ങയെ പോലെ ആകാശത്തിനും ഭൂമിയിലും വേറെ ദൈവമില്ല. എന്നാൽ ദൈവം യഥാർത്ഥത്തിൽ ഭൂമിയിൽ വസിക്കുമോ? അങ്ങയെ ഉൾക്കൊള്ളാൻ സ്വർഗത്തിനും സ്വർഗാദി ശബ്ദത്തിനും അസാധ്യമെങ്കിൽ ഞാൻ നിർമ്മിച്ച ഈ ഭവനം എത്ര അപര്യാപ്തം. എന്റെ ദൈവമായ കർത്താവേ, അങ്ങയുടെ ദാസന് പ്രാർത്ഥനകളും യാചനകളും ശ്രദ്ധിക്കണമേ. അങ്ങയുടെ ദാസന് എന്ന് തിരുമുമ്പിൽ സമർപ്പിക്കുന്ന യാതനകളും നിലവിളിയും കേൾക്കണമേ. അങ്ങയുടെ ദാസൻ ഈ ഭവനത്തിൽ വച്ച് സമർപ്പിക്കുന്ന പ്രാർത്ഥന കേൾക്കുന്നതിന് അങ്ങയുടെ കടാക്ഷം ഇതിന്മേൽ രാപകൽ ഉണ്ടായിരിക്കണമേ. അങ്ങയുടെ നാമം ഇവിടെ ഉണ്ടായിരിക്കുമെന്ന് അങ്ങ് അറിയിച്ചിട്ടുണ്ടല്ലോ. ഈ ദാസനും അങ്ങയുടെ ജനമായ ഇസ്രായേലിനും ഇവിടെ സമർപ്പിക്കുന്ന യാതനകൾ സ്വീകരിക്കണമേ. അങ്ങ് വസിക്കുന്ന സ്വർഗത്തിൽ നിന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളോട് കടാക്ഷിക്കണമേ. കർത്താവിന്റെ വചനം. സൈന്യങ്ങളുടെ കർത്താവേ, അങ്ങയുടെ വാസസ്ഥലം എത്ര മനോഹരം. സൈന്യങ്ങളുടെ കർത്താവേ, അങ്ങയുടെ വാസസ്ഥലം എത്ര മനോഹരം. ഇതാ ദൈവത്തിന്റെ കൂടാരം, ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോടുകൂടെ. എന്റെ ആത്മാവ് കർത്താവിന്റെ അങ്കണത്തിൽ എത്താൻ വാഞ്ചിച്ചു തളരുന്നു. എന്റെ മനസ്സും ശരീരവും ജീവിക്കുന്നതായ ദൈവത്തിന് ആനന്ദഗാനം ആലപിക്കുന്നു. സൈന്യങ്ങളുടെ കർത്താവേ, അങ്ങയുടെ വാസസ്ഥലം എത്ര മനോഹരം. സൈന്യങ്ങളുടെ കർത്താവേ, അങ്ങയുടെ വാസസ്ഥലം എത്ര മനോഹരം. ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോടുകൂടെ. ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോടുകൂടെ. എന്റെ രാജാവ് ദൈവമായ സൈന്യങ്ങളുടെ കർത്താവേ, പുരകിൽ പക്ഷി ഒരു സങ്കേതവും മീവൽ പക്ഷി കുഞ്ഞിന് ഒരു കൂടം അങ്ങയുടെ വെളിപ്പെടുത്തെങ്കിൽ കണ്ടെത്തുന്നുവല്ലോ. സൈന്യങ്ങളുടെ കർത്താവേ, അങ്ങയുടെ വാസസ്ഥലം എത്ര മനോഹരം. ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോടുകൂടെ. എന്നേക്കും അങ്ങയെ സ്തുതിച്ചുകൊണ്ട് അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ.
അങ്ങേ ശക്തി കണ്ട എന്റെ നാമം ഇവിടെ എന്നേക്കും നിലനിൽക്കേണ്ടതിന് ഞാൻ ഈ ആലയം തിരഞ്ഞെടുത്ത് വിശദീകരിച്ചതിനാൽ എന്റെ ഹൃദയപൂർവമായ കടാക്ഷം സദാ ഇതിന്മേൽ ഉണ്ടായിരിക്കും. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. ലൂക്ക എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. യേശു ജെറിക്കോയിൽ പ്രവേശിച്ച് അതിലേക്ക് കടന്നു പോവുകയായിരുന്നു. അവിടെ സക്കേവൂസ് എന്ന പേരായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ ചുങ്കക്കാരിൽ പ്രധാനനും ധനികനുമായിരുന്നു. യേശു ആരെന്ന് കാണാൻ അവൻ ആഗ്രഹിച്ചു. പൊക്കം കുറവായിരുന്നതിനാൽ ജനക്കൂട്ടത്തിൽ നിന്നും അത് സാധ്യമായില്ല. യേശുവിനെ കാണാൻ വേണ്ടി അവൻ മുമ്പേ ഓടി ഒരു സിക്കമ്പൂർ മരത്തിൽ കയറിയിരുന്നു. യേശു അതിലെയാണ് കടന്നു പോകാനിരുന്നത്. അവിടെ എത്തിയപ്പോൾ അവൻ മുകളിലേക്ക് നോക്കി പറഞ്ഞു, സക്കേവൂസ്, വേഗമിറങ്ങി വരിക, ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. അവൻ തിടുക്കത്തിൽ ഇറങ്ങി വന്ന സന്തോഷത്തോടെ ഈശോയെ സ്വീകരിച്ചു. ഇത് കണ്ടപ്പോൾ അവരെല്ലാവരും പരസ്പരം പെരുപെറുത്തു, ഇവൻ പാപിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നുവല്ലോ. സക്കേവൂസ് എഴുന്നേറ്റ് പറഞ്ഞു, കർത്താവേ, എന്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി ഞാൻ തിരിച്ചു കൊടുക്കുന്നു. യേശു അവനോട് പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. ഇവനും അബ്രഹാത്തിന്റെ പുത്രനാണ്. നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കുവാനത്രേ മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. കർത്താവിന്റെ സുവിശേഷം. സർവവ്യാപിയായ ദൈവമേ, അങ്ങേ സാന്നിധ്യം കൂടുതലായി അനുഭവവേദ്യമാകുന്നതിനും അങ്ങേ നാമത്തിൽ സമ്മേളിച്ച് ഒരുമിച്ച് പ്രാർത്ഥന വേണ്ടി സജ്ജമാക്കിയിരിക്കുന്ന ഈ പ്രാർത്ഥനാലയം എല്ലാ ദൈവവിശ്വാസികൾക്കും ആശ്വാസ കേന്ദ്രവും അങ്ങേ അനുഗ്രഹങ്ങളുടെ ഉറവിടമായിരിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദൈവവചന പ്രഘോഷണത്തിന്റെയും ബലിയർപ്പണത്തിന്റെയും വേണ്ടി സ്ഥാപിച്ചിരിക്കുന്ന ഈ പ്രാർത്ഥനാലയം ഞങ്ങളുടെ വിശ്വാസവർദ്ധനവിനും ജീവിത വിശദീകരണത്തിനും സഹായകമാക്കി തീർക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. വിശുദ്ധ പുരുഷന്റെ പുകഴ്ചയുടെ നാമത്തിൽ നിർമ്മിതമായ ഈ പ്രാർത്ഥനാലയത്തിൽ ഒന്നിച്ചു കൂടുന്ന എല്ലാവർക്കും പുരുഷന്റെ പുകഴ്ചയുടെ മധ്യസ്ഥതയാൽ ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിക്കുന്നതിന് കൃപയേകണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്നേഹിയായ പിതാവേ, അങ്ങേ തിരുകുമാരൻ വഴി എല്ലാ മനുഷ്യരെയും അങ്ങേ സഭാ സമൂഹത്തിലേക്ക് ആനയിക്കുന്നു. പുതുജീവൻ നൽകി വചനത്താലും ദൂതാശകളാലും അവരെ അങ്ങ് നിരന്തരം പരിപോഷിപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങേ മക്കളായി ഞങ്ങളുടെ പ്രാർത്ഥന ശ്രവിച്ച് ഈ കപ്പേള കരുണിപൂർവം ആശീർവദിക്കണമേ. ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന സകലർക്കും അങ്ങേ ദിവ്യ സാന്നിധ്യവും സ്നേഹവും പരസ്പര ഐക്യവും അനുഭവപ്പെടുമാറാകട്ടെ. അങ്ങേ തിരുച്ചിത്തം സദാ നിറവേറ്റുവാനും പ്രത്യാശയോടെ ഇഹത്തിൽ ജീവിച്ച് സ്വർഗീയ ജെറുസലേമിന്റെ പാതയിലൂടെ നടന്ന് അങ്ങിൽ വന്നണയുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. അങ്ങേ പക്കലേക്ക് ഉയർത്തണമേ. ഈശോ മിശിഹായെ അനുകരിക്കുവാൻ പരിശുദ്ധ കന്യകമറിയത്തിന്റെ ജീവിത മാതൃക ഞങ്ങൾക്ക് പ്രചോദനം നൽകട്ടെ. പരിശുദ്ധ കന്യകമറിയത്തിനോടുള്ള വിശ്വാസപൂർണമായ വണക്കം അങ്ങയോട് അനുഗ്രഹം അടുത്ത് വരുവാൻ ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ.
കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ മനുഷ്യരെയും വിശുദ്ധിയിലേക്ക് ക്ഷണിക്കുന്ന ദൈവമേ, യേശുപിതാവിന്റെ ഈ തിരുസ്വരൂപം കനിഞ്ഞ് ആശ്രവദിക്കണമേ. പ്രാർത്ഥിക്കാനായ രൂപത്തിനു മുമ്പിൽ അണയുമ്പോൾ ഞങ്ങളുടെ മനസ്സ് ഹൃദയം അങ്ങേ പക്കലേക്ക് ഉയർത്തണമേ. ഈശോ മിശിഹായെ അനുകരിക്കുവാൻ വിശുദ്ധ യോസേപ്പിന്റെ ജീവിത മാതൃക ഞങ്ങൾക്ക് പ്രചോദനം നൽകട്ടെ. വിശുദ്ധ യോസേപ്പിനോടുള്ള വിശ്വാസപൂർണമായ വണക്കം അങ്ങയോട് അനുക്രമം അടുത്ത് വരുവാൻ ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. എല്ലാ മനുഷ്യരെയും വിശുദ്ധിയിലേക്ക് ക്ഷണിക്കുന്ന ദൈവമേ, വിശുദ്ധ അന്തോനിസിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും രൂപങ്ങളെ കന്യാസ്വദിക്കണമേ. പ്രാർത്ഥിക്കുവാനായി ഇവിടെ അണയുമ്പോൾ ഞങ്ങളുടെ മനസ്സും ഹൃദയവും അങ്ങേ പക്കലേക്ക് ഉയർത്തണമേ. ഈശോ മിശിഹായെ അനുകരിക്കുവാൻ വിശുദ്ധരുടെ ജീവിത മാതൃക ഞങ്ങൾക്ക് പ്രചോദനം നൽകട്ടെ. വിശുദ്ധ അന്തോനിസിനോടും വിശുദ്ധ സെബസ്ത്യാനോസിനും ഉള്ള വിശ്വാസപൂർണമായ വണക്കം അങ്ങയോട് അനുഗ്രഹം അടുത്ത് വരുവാൻ ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. അൾത്താരയുടെ പ്രതിഷ്ഠാപന പ്രാർത്ഥനയും സക്രാരിയുടെ ആശീർവാദമാണ് ഇനി നടത്തുന്നത്. ദൈവമേ, സഭയെ സദാ വിശദീകരിക്കുകയും നയിക്കുകയും ചെയ്യുന്ന അങ്ങയുടെ തിരുനാമത്തെ സാഘോഷമായ സ്തുതികളാൽ വാഴ്ത്തിപ്പുഴത്തുക സമുചിതമാണല്ലോ. എന്തെന്നാൽ അങ്ങേ ഭക്തിപൂർവ്വം ആരാധിക്കുന്നതിനും അങ്ങേ തിരുവചനത്താൽ പ്രബുദ്ധരാകുന്നതിനും ഭൂതാസ്വീകരണത്താൽ പരിഭോഷിതാകുന്നതുമായി സജ്ജമാക്കിയിരിക്കുന്ന ഈ കപ്പേള അങ്ങേ വിശ്വാസാഘോഷപൂർവ്വം അങ്ങേക്ക് സമർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ക്രിസ്തു സ്വന്തം രക്തത്താൽ സഭയെ വിശുദ്ധീകരിക്കുകയും തന്റെ മഹത്വപൂർണ്ണയായ മണവാട്ടിയും നിഷ്കളങ്കയായി വിരാജിക്കുന്ന വിശ്വസ്ത കന്യകയും ദൈവാരൂഢ ശക്തിയാൽ ധന്യയായ അമ്മയുമാക്കി തീർത്തു. ആ വിശുദ്ധ സഭയുടെ പ്രതിരൂപമാണല്ലോ ഈ കപ്പേള. കർത്താവേ, അങ്ങയുടെ മുന്തിരിത്തോട്ടമാകുന്ന സഭ ലോകമാകെ പടർന്ന് ശാഖകളോടും സ്വർഗം വരെ എത്തുന്ന ശിഖരങ്ങളോടും കൂടെ വളർന്ന് പന്തലിച്ചു നിൽക്കുന്നുവല്ലോ. മനുഷ്യരുടെ വസിക്കുന്ന ദിവ്യകൂടാരമായ തിരുസഭ സജീവശിലകളാൽ നിർമ്മതവും അപ്പസ്തോലന്മാരാകുന്ന അടിസ്ഥാനത്തിൽ മേലും യേശു ക്രിസ്തുവാകുന്ന മൂലക്കല്ലിന് മേലും നിർമ്മതമായ സഭ സൗഭാഗ്യപൂർണ്ണയത്രേ. അത്യുത്കൃഷ്ടമായ സഭ മലമുകളിൽ സ്ഥാപിതമായ നഗരം പോലെ സർവലോകത്തിനും ദൃശ്യമാണല്ലോ. ഈ സഭ കുഞ്ഞാടിന്റെ ദീപത്താൽ പ്രകാശിതവും വിശുദ്ധയുടെ സ്തോത്രാദിതാലപത്താൽ മുദ്രിതമാകുന്നു. ആകയാൽ താഴ്മയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ കപ്പേളയും ബലിപീഠവും അങ്ങേ സ്വർഗീയ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞ് പവിത്രമാക്കണമേ.
ഈ സ്ഥലമെന്നും പരിശുദ്ധമായി പരിലസിക്കട്ടെ. ഈ ബലിപീഠമെക്കാലും ക്രിസ്തുവിന്റെ യാഗാർപ്പണത്തിന് പര്യാപ്തമായ ദിവ്യവേദിയായി നിലനിർത്തുവാൻ കഴിയണമേ. പിതാവേ, അങ്ങയുടെ മക്കളായി ഞങ്ങൾ ഇവിടെ നിർഗളിക്കുന്ന പ്രസാദപരധാരയാൽ പാപക്കറകളിൽ നിന്ന് മോചിതരായി പാപത്തിന് മരിച്ച് പുതുജീവൻ പ്രാപിക്കുവാൻ ഇടയാക്കണമേ. ഈ ബലിപീഠത്തിന് ചുറ്റും വന്നടഞ്ഞിരിക്കുന്ന വിശ്വാസികൾ ദിവസം ആഘോഷിക്കുവാനും ക്രിസ്തുവിന്റെ തിരുവചനവും തിരുശരീരവും ഉൾക്കൊണ്ടുകൊണ്ട് ശക്തിയാർജിക്കുവാനും ഇടയാകുമാറാകട്ടെ. ഇവിടെ അർപ്പിക്കുന്ന സ്തോത്രയാഗം അങ്ങേക്കെന്നും സ്വീകാര്യമാകട്ടെ. മാനവരേവരും മാലാഖമാരോട് ചേർന്ന് അർപ്പിക്കുന്ന പ്രാർത്ഥനകൾ ലോകരക്ഷയ്ക്ക് ഉപകരിക്കുമാറാകണമേ. ഇവിടെ പാവപ്പെട്ടവർ കാരുണ്യവും മധ്യതാർത്ഥമായ സ്വാതന്ത്ര്യം കണ്ടെത്തുമാറാകട്ടെ. എല്ലാ മനുഷ്യരും അങ്ങേ മക്കളുടെ മഹത്വമണിഞ്ഞ് സന്തോഷമാനസരായി സ്വർഗീയ ജലസങ്ങൾ എത്തിച്ചേരുകയും ചെയ്യുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. വത്സല പിതാവേ, അങ്ങേ പുത്രൻ മനുഷ്യനായ ഞങ്ങളുടെ ഇടയിൽ വസിക്കുകയും പുരുഷാദയാഗപീഠത്തിൽ ഞങ്ങളുടെ രക്ഷയ്ക്കായി സമർപ്പിക്കുകയും ചെയ്തുവല്ലോ. അങ്ങേ പുത്രന്റെ മനുഷ്യാവതാരത്തിന്റെയും മരണത്തിന്റെയും ഉയർപ്പിന്റെയും നിത്യസ്മാരകമായി പരിശുദ്ധ കുർബാന സ്ഥാപിക്കുകയും അവിടുത്തെ തിരുശരീര രക്തങ്ങൾ ഞങ്ങളുടെ ആധ്യാത്മിക ഭോജനമായി നൽകുകയും ചെയ്തു. അങ്ങയോട് വിനീതമായി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ തിരുക്കുമാരന്റെ തിരുശരീരം ഉൾക്കൊള്ളാനുള്ള ഈ സഹ്രാരെ അങ്ങ് ആശീർവദിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തിന്റെ നാമത്തിൽ ഈ സഹ്രാരെ ആശീർവദിക്കപ്പെടുകയും പൗത്രീകരിക്കപ്പെടുകയും ചെയ്യുമാറാകട്ടെ. മോദമാർന്നു കണ്ടു ഞാൻ നീർപ്രവാഹം ദേവാലയത്തിൻ്റെ വാമഭാഗത്തു നിന്നുൽഗമിക്കും ജലധാര കണ്ടു ഞാൻ മോദമാർന്നു കണ്ടു ഞാൻ നീർപ്രവാഹം ദേവാലയത്തിൻ്റെ വാമഭാഗത്തു
ജലധാര ഈ ജലധാരയിൽ നിന്നാ നീരണിയുന്നവരെല്ലാം നിർമ്മലഗാത്രരായി കന്മഷഹീനരായി ഇമ്മഹി തന്നിൽ വിളങ്ങും വാഴ്ത്തുവിൻ രക്ഷകനാമം പാടുവിൻ ഹല്ലേലൂയ വാഴ്ത്തുവിൻ രക്ഷകനാമം പാടുവിൻ ഹല്ലേലൂയ കീർത്തനം പാടി രക്ഷകനീശനെ വാഴ്ത്തുവിൻ ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മയുടെ ഒരു വാക്ക് പറയുകയാണ്. ഒരു വാക്കല്ല, കുറച്ച് വാക്കുകളുണ്ട്. പിതാവിൻ്റെ അനുവാദത്തോടു കൂടി നന്ദി പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ ഒരു ദേവാലയം നമുക്ക് പണി കഴിച്ച് നമുക്ക് പൂർത്തീകരിച്ച് വെഞ്ചരിക്കാനായിട്ട് സാധിച്ചു. അതിന് ഏറ്റവും സ്നേഹത്തോടു കൂടി ദൈവത്തിന് നന്ദി പറയുകയാണ്. ഈ മഴ എന്ന് പറയുന്നത്, ഇത്രയും നേരം വെയിലുണ്ടായിരുന്നു, മഴ പെയ്യുന്നത് ഞാനൊരു അനുഗ്രഹം മഴയായിട്ടാണ് കരുതുന്നത്. കാരണം നല്ല വെയിലടിച്ചോണ്ടിരുന്ന ഈ സമയത്ത് മഴ പെയ്യുന്നത് ചിലപ്പോൾ നല്ലൊരു കപ്പേള പണിയുന്നത് പിശാചിനൊന്നും ഇഷ്ടമില്ലായിരിക്കും. അതുകൊണ്ടായിരിക്കും അങ്ങനെയും ഒരു കാര്യം ഉണ്ടായത്. ഏതായാലും ദൈവത്തിന്റെ അനുഗ്രഹമുള്ള ഒരു ദേവാലയമാണ് ഇത് എന്നുള്ളതിൽ എനിക്ക് സംശയമൊന്നുമില്ല. കഴിഞ്ഞ ഒരു വർഷക്കാലം ഞാൻ ഇതിന്റെ പുറകിൽ നിൽക്കുമ്പോൾ കയ്യിൽ കാശുണ്ടായിട്ടൊന്നുമില്ല പണി തുടങ്ങിയത്. പക്ഷേ എല്ലാവരും ഇങ്ങനെ നിർബന്ധിച്ച് ഇത് വർഷങ്ങളായിട്ട് ഇങ്ങനെ ഉണ്ട്, ഇത് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അതിന് പുറകില് ഒന്നും നോക്കാതെ തുടങ്ങിയതാണ്. പക്ഷെ ഓരോ ഘട്ടങ്ങൾ കഴിയുമ്പോൾ തോറും കറക്റ്റായിട്ട് കാര്യങ്ങൾ നമുക്ക് ക്രമീകരിക്കപ്പെട്ടു തന്നു. അത് ദൈവത്തിന്റെ അനുഗ്രഹമാണ്. ഏറ്റവും പ്രധാനമായിട്ട് ദൈവത്തിന് ഈ അവസരത്തിൽ നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒരു 1.5 വർഷക്കാലം പ്രാർത്ഥന ഉണ്ടായിരുന്നു. ആ പ്രാർത്ഥനയിൽ ഏറ്റവും അവസാനം ഇങ്ങനെ പ്രാർത്ഥിക്കും: പരിശുദ്ധ അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, വിശുദ്ധ കൊച്ചുത്രേസ്യയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈ രണ്ട് ഞാനിങ്ങനെ വിചാരിക്കാറുണ്ട്, എങ്ങനെയാണ് അത് രണ്ടുപേര് വന്നത്? 2 പെണ്ണുങ്ങളാണല്ലോ. എന്തായാലും അവരുടെ ആ പ്രവർത്തനം എന്തായാലും ഒത്തിരി സഹായിച്ചു. പരിശുദ്ധ അമ്മയ്ക്കും വിശുദ്ധ കൊച്ചുത്രേസ്യയ്ക്കും നമ്മുടെ കൂടിയിരിക്കുന്ന വിശുദ്ധ ഔസേപ്പിതാവിനും വിശുദ്ധ അന്തോണീസിനും വിശുദ്ധ സെബസ്ത്യാനോസിനും ഈ അവസരത്തിൽ നന്ദി പറയുകയാണ്. അഭിയന്യ പിതാവിനാണ് അടുത്തതായിട്ട് നന്ദി പറയേണ്ടത്. കാരണം അഭിയന്യ പിതാവ് ഈ കപ്പേള പണിയാനായിട്ട് ആഗ്രഹിക്കുന്ന അവസരം തൊട്ട് അനുവാദം തന്നു. ഒത്തിരിയേറെ ആഗ്രഹത്തോടു കൂടി ഇടയ്ക്ക് പോകുമ്പോഴൊക്കെ ചോദിക്കും, എങ്ങനെയുണ്ട്, പണികൾ എത്രയായി, പൂർത്തിയായോ, എന്താ താമസിക്കുന്നത്, അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അന്വേഷിക്കാറുണ്ട് പിതാവ്. തീർച്ചയായിട്ടും പിതാവ് ഒരു പ്രാവശ്യം ഇതിലേക്ക് കടന്നു പോയപ്പോൾ കണ്ടിട്ട് വന്ന് പറഞ്ഞു, മനോഹരമായിരിക്കുന്നു, നന്നായിരിക്കുന്നു, പണി പൂർത്തിയാകട്ടെ, പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. അഭിയന്യ പിതാവ് ഈ അവസരത്തിൽ ഏറ്റവും സ്നേഹത്തോടുകൂടി, ഇന്ന് സാധാരണഗതിയിൽ കപ്പേള വെഞ്ചരിക്കാനായിട്ട് അഭിയന്യ പിതാവ് പോകാറില്ല. പക്ഷേ കപ്പേള വെഞ്ചരിക്കാനായിട്ട് ആദ്യം ചോദിച്ചപ്പോൾ പിതാവ് പറഞ്ഞു, കൊച്ച് പിതാവിനെ വിളിച്ചാൽ മതി, ഞാൻ അങ്ങനെ പോകാറില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇപ്രാവശ്യം വെഞ്ചരിപ്പിന്റെ സമയമായപ്പോൾ വിളിച്ചപ്പോൾ അഭിയന്യ പിതാവ് പറഞ്ഞു, ഞാൻ തന്നെ വന്ന് വെഞ്ചരിച്ചോളാം. അങ്ങനെ അഭിയന്യ പിതാവ് കടന്നു വന്നു, നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഇന്ന് ഈ വെഞ്ചരിപ്പ് കർമ്മം പൂർത്തീകരിച്ചു. അഭിയന്യ പിതാവിനെ ഏറ്റവും സ്നേഹത്തോടുകൂടി അവസരത്തിൽ നന്ദി പറയുക. അതുപോലെ തന്നെ നമുക്ക് അറിയാം, ഈ സ്ഥലം തന്നത് ബഹുമാനപ്പെട്ട അലക്സാണ്ടർ കടുക്കുന്നേൽ സാറാണ്.
നമുക്കറിയാലോ ഈ റോഡിന്റെ ഈ വശം എന്ന് പറയുന്നത്, അതും ഒരു ജംഗ്ഷനില് ഈ സ്ഥലത്തിന് എത്രമാത്രം വിലയുണ്ടാകുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഏറ്റവും വില കൂടിയ ഒരു സ്ഥലമാണ്. അത് ദൈവത്തിന് വേണ്ടി കൊടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. ഇന്ന് 1 സെന്റ് സ്ഥലത്തിന് അല്ലെങ്കിൽ 1 ഇഞ്ച് സ്ഥലത്തിന് വേണ്ടി പൊരുതുന്നവരാണ് നമ്മൾ. പക്ഷേ അലക്സാണ്ടർ സാറ് ആദ്യം 5 സെന്റ്, പിന്നീട് അത് കുറവാണോ എന്ന് തോന്നിയതുകൊണ്ട്, അല്ലെങ്കിൽ കുറവാണ് അതുകൊണ്ടായിരിക്കും നിങ്ങൾ പണിയാത്തത് എന്ന് പറഞ്ഞുകൊണ്ട് 2 സെന്റും കൂടെ തന്നതാണ്. നിങ്ങൾ പണിയണം എന്ന് പറഞ്ഞുകൊണ്ട് 2 സെന്റും കൂടെ തന്നു. അങ്ങനെ 7 സെന്റ് സ്ഥലമാണ് നമുക്ക് ലഭിച്ചത്. തീർച്ചയായിട്ടും സാറിന് ഈ അവസരത്തിൽ ഏറ്റവും സ്നേഹത്തോടു കൂടി നന്ദി പറയുകയാണ്. അലക്സാണ്ടർ സാറിന് ഇവിടെ ഉണ്ട്. നമ്മൾ ഏറ്റവും അവസാനം നന്ദിയുടെ അവസാനം സാറിന് ഒരു സമ്മാനവും കൊടുക്കുന്നതായിരിക്കും. അലക്സാണ്ടർ സാറിന് ഏറ്റവും സ്നേഹത്തോടു കൂടി അവസരത്തിൽ നന്ദി പറയുകയാണ്. ഇതാ പറഞ്ഞു ഇപ്പൊ തന്നെ സമ്മാനം കൊടുത്തേക്കാന്ന് പറയുന്നു. അലക്സാണ്ടർ സാർ ഒന്ന് കടന്നു വരുമോ മുന്നോട്ട്? അലക്സാണ്ടർ സാർ ബാക്കി സമ്മാനങ്ങൾ പിന്നീട് നൽകുന്നതായിരിക്കും. ഞാൻ നന്ദി തുടരുകയാണ്. ഇത്രയും മനോഹരമായ ഒരു ദേവാലയം ഡിസൈൻ ചെയ്തത് നമ്മുടെ അബിൻ സാറാണ്. അബിൻ സാറ് നമുക്കറിയാം, ഈ ഒരു ഡിസൈൻ ഞാൻ പറഞ്ഞ് അദ്ദേഹത്തിനെ കാണാനായിട്ട് ചെന്നപ്പോൾ അബിൻ സാറ് ആ ഡിസൈൻ എനിക്ക് തന്നു. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടമായി. ആ ഡിസൈനുമായിട്ടാണ് പിന്നീട് ഞങ്ങൾ മുന്നോട്ട് പോയത്. അബിൻ സാറിനെ കുറിച്ച് പറഞ്ഞ ഈ അവസരത്തിൽ ഇത്രയും വളരെ താല്പര്യത്തോടു കൂടിയാണ് പറഞ്ഞത്. കണ്ടവരെല്ലാം പറഞ്ഞു വളരെ കൃത്യമായിട്ട് ഒരു തെറ്റും കൂടാതെ പണിതിട്ടുണ്ട്. അതുകൊണ്ട് സാർ അച്ഛനെ അന്വേഷിച്ച് പറയണേ.
സമയം ആദരായി പങ്കുചേരാം. സഹനങ്ങളൊക്കെയും സ്നേഹത്തിൽ ചാലിച്ച കാലാരി തന്നോർമ്മയിൽ സ്നേഹമാവേശ്വരി ചാരയിടന്നിടം ഇത് സ്നേഹനിറവിനായി പുറത്തുകൂടെ നയിക്കുകയും ചെയ്തു. വെള്ളം തെക്ക് വശത്തുകൂടെ ഒഴുകിയിരുന്നു. അവൻ എന്നോട് പറഞ്ഞു, ഈ വെള്ളം കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് ഒഴുകി അരാബായിൽ എത്തിച്ചേരുമ്പോൾ കെട്ടിക്കിടക്കുന്ന കടലിൽ ചെന്ന് അതിനെ ശുദ്ധജലമാക്കുന്നു. നദി ഒഴുകുന്നിടത്തെല്ലാം ജീവജാലങ്ങൾ പറ്റം ചേർന്ന് ജീവിക്കും. അവിടെ ധാരാളം മത്സ്യങ്ങളും ഉണ്ടായിരിക്കും. കാരണം കടലിലെ വെള്ളം ശുദ്ധീകരിക്കുന്നത് നദി അങ്ങോട്ട് ഒഴുകുന്നത്. അങ്ങനെ ദൈവത്തിന്റെ നഗരത്തെ അത്യുന്നതത്തെ വിശുദ്ധ നിവാസത്തെ സന്തുഷ്ടമാക്കിക്കൊണ്ട് ഒഴുകുന്ന ഒരു നദിയുണ്ട്. എന്തെന്നാൽ ദൈവത്തിന്റെ ആലയം പരിശുദ്ധമാണ്. ആ ആലയം നിങ്ങൾ തന്നെ. കർത്താവിന്റെ വചനം. കാരണം ഈ സ്ഥലം കൊടുത്ത അലക്സാണ്ടർ സാറ് എല്ലാ ദിവസവും പാലാ പള്ളിയില് കുർബാനയ്ക്ക് വന്ന് പങ്കെടുക്കുകയും പ്രാർത്ഥിക്കുകയും എന്നോട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പങ്കുവയ്ക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഇടയ്ക്ക് ഇവിടെ ഒക്കെ വന്ന് രാത്രി ഒരു ദിവസം വന്ന് നല്ല പണി നടക്കുന്നുണ്ട് ഇവിടെ. നിങ്ങളുടെ ഒത്തിരി സഹകരണത്തിന് അല്ലെങ്കിൽ ഒത്തിരിയേറെ നിങ്ങൾ അധ്വാനിച്ച് ഇത്ര മനോഹരമായ ഒരു ദേവാലയം അല്ലെങ്കിൽ കൊച്ചു കപ്പേള ഇവിടെ ഈ പ്രദേശത്ത് ഉയർന്നത് ശരിക്കും നമ്മുടെ നാടിന്, നമ്മുടെ ഇടവകയ്ക്ക് അഭിമാനമാണ്. ഞാൻ ഒത്തിരി സ്നേഹത്തോടെ ആലുകലച്ചൻ അനുമോദനങ്ങൾ അറിയിക്കുകയാണ്. ഒപ്പം നമ്മുടെ അലക്സാണ്ടർ സാറിനെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയാണ്. ദൈവത്തിന്റെ വലിയ അനുഗ്രഹം സാറിന്റെ മേലുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഏതാനും ചില ചിതറിയ ചിന്തകള് നമുക്ക് ഇന്നത്തെ വചനവുമായി ബന്ധപ്പെട്ട് ഒന്ന് ധ്യാനിച്ച് ഈ വചന വിചാരം അവസാനിപ്പിക്കാം എന്നാണ് ഞാൻ കരുതുക. നമ്മളൊക്കെ ഈസ്റ്ററിന്റെ ഉയർപ്പിന്റെ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. ഇന്നത്തെ സുവിശേഷം നമുക്കേറെ സുപരിചിതമാണ്. എമ്മാവുസിലേക്ക് പോയ 2 ശിഷ്യന്മാർക്കുണ്ടായ ദിവ്യകാരുണ്യ അനുഭവം, അതാണ് നമുക്ക് ഇന്ന് വിചിന്തനത്തിനായിട്ട് ലഭിച്ചിരിക്കുക. ഈ 2 ശിഷ്യന്മാർ, ഒരാളുടെ പേര് പറയുന്നുണ്ട്, മറ്റേ തന്നിൽ
നമ്മളെ സ്നേഹിക്കുന്ന ഈ ദേവാലയത്തെ സ്നേഹിക്കുന്ന സാറാണ്. സാറിനെ അവസരത്തിലെ ഏറ്റവും സ്നേഹത്തോടു കൂടി നന്ദി പറഞ്ഞുകൊണ്ട് സമ്മാനം കൊടുക്കുന്നതിനായിട്ട് പ്രവണ വികാരി അച്ഛനെ ക്ഷണിക്കുന്നു. നമ്മുടെ ക്രിസ്റ്റഫർ ചേട്ടനെ ക്ഷണിക്കുന്നു. ക്രിസ്റ്റഫർ ചേട്ടനാണ് ഇതിന്റെ കോൺട്രാക്ടർ. വളരെ ക്രിസ്റ്റഫർ ചേട്ടനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. നമ്മുടെ അജ്മലാണ് നമ്മുടെ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച സൂപ്പർവൈസറായിട്ട് ഇവിടെ നോക്കിയത്. ക്രിസ്റ്റഫർ ചേട്ടൻ്റെ കോൺട്രാക്ടറാണ്. അജ്മലിന് ആണ് എന്നെ എല്ലാത്തിലും സഹായിച്ചത്. ഈ പണിക്ക് മാത്രമല്ല എന്ത് കാര്യത്തിനും എന്നെ സഹായിച്ചുകൊണ്ടത് അജ്മലിനാണ്. അജ്മലിനെ സ്നേഹത്തോടുകൂടി നന്ദിയോടുകൂടി ഓർക്കുന്നു. സെന്നി വന്നിട്ടുണ്ടെങ്കിൽ സെന്നി നമ്മുടെ ഫർണിച്ചർ കാര്യങ്ങൾ ഈ കാർപ്പൻട്രി വർക്കൊക്കെ നടത്തിയ വ്യക്തിയാണ് സെന്നി. സെന്നി താമസിക്കുകയാണെങ്കിൽ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉണ്ടെങ്കിൽ കടന്നു വരിക. നമ്മുടെ മനു ഇലക്ട്രീഷ്യൻ, നമ്മുടെ ഇലക്ട്രിക്കൽ വർക്കെല്ലാം വളരെ ഭംഗിയായിട്ട് ചെയ്ത മനു ഉണ്ട്. മനു വന്നിട്ടുണ്ടെങ്കിൽ മുന്നോട്ട് കടന്നു വരണമെന്ന് ഓർപ്പിക്കുന്നു. ഷാജി ആണ് നമ്മുടെ ഷാജി ചേട്ടനാണ് നമ്മുടെ പെയിന്റിംഗ് വർക്കുകളൊക്കെ നടത്തിയത്. ഷാജി ചേട്ടൻ ഉണ്ടെങ്കിൽ മുന്നോട്ട് കയറി വരണമെന്ന് ഓർപ്പിക്കുന്നു. അല്ലെങ്കിൽ ഷാജി ചേട്ടൻ്റെ മകൻ ഉണ്ടെങ്കിൽ ഷിജു ഉണ്ടെങ്കിൽ എന്ന് വരണമെന്ന് ഓർപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ കൺസ്ട്രക്ഷൻ കാര്യങ്ങളെല്ലാം നന്നായിട്ട് നയിച്ച ഒത്തിരിയേറെ പേരുണ്ട്. അവരെല്ലാം സ്നേഹത്തോടു കൂടി ഓർക്കുകയാണ്. എല്ലാവർക്കും സമ്മാനം നമ്മൾ അറേഞ്ച് ചെയ്തിട്ടില്ല, കാരണം പല രീതിയിൽ കാര്യങ്ങൾ സഹായിച്ച ഒത്തിരി പേരുണ്ട്. അവരെല്ലാവരെയും നന്ദിയോടുകൂടി ഓർക്കുകയാണ്. നമുക്ക്
2 വാക്കുകൾ 3 മിനിറ്റ് വീതം സംസാരിക്കാൻ. എന്തു പറഞ്ഞാലും ഞങ്ങൾ അധികം വീടുകളിലൊന്നും പോയില്ല. ഇങ്ങനെ കുരിശുപള്ളി പണിയാൻ ആരംഭിക്കുന്നതിന് കുറേ വീടുകളിൽ ഒരു ഇൻഡിക്കേഷൻ കൊടുത്തേ ഉള്ളൂ. പിരിവിനായിട്ട് അങ്ങനെ വളരെ കുറച്ച് വീടുകളിൽ മാത്രമേ നേരിട്ട് പോയിട്ടുള്ളൂ. ബാക്കി എല്ലാ പണവും ഇവിടെ നേരിട്ട് കൊണ്ടുവന്ന് എത്തിയിരിക്കുകയാണ്. ഇനി ഒരു ചെറിയ കുറച്ചുകൂടെ കടങ്ങൾ ഉണ്ട്. അത് ഈ അച്ഛൻ റോമിൽ പോയിട്ട് വരുന്നതിനകത്ത് തന്നെ അതിവിടെ തീരും എന്നുള്ള പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഇതിനെ സഹകരിച്ച എല്ലാവരോടും പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. തീർച്ചയായും എല്ലാവരും അതിന് കടപ്പെട്ടതാണ്. 450 പേരോടും ഇതിന് 50 രൂപ തൊട്ട് ലക്ഷങ്ങൾ വരെ തന്ന് സഹായിച്ചിട്ടുണ്ട്. അവരെല്ലാവരെയും വളരെ നന്ദിയോടുകൂടി ഞാൻ ഇതിൻ്റെ കൺവീനർ എന്ന നിലയിൽ ഓർക്കുകയാണ്. പിന്നെ ഇതിന് ഇടവക്കാർ ഇവിടെ ഒരു 4-5 പേര്, മുൻ സെക്രട്ടറി തോമസ്, ഇപ്പോഴത്തെ ജോമോന്, തങ്കച്ചന്, ഇവരെല്ലാം എപ്പോഴും അവരുടെ പടി ഉപേക്ഷിച്ചുകൊണ്ട് ഇവിടെ ഈ പള്ളിയുടെ പരിസരത്ത് ഫ്രാൻസിസ് അച്ഛൻ, ബഹുമാനപ്പെട്ട ഗേറിച്ച, നമ്മുടെ ഇടയിൽ കടന്നുപോയ ബഹുമാനപ്പെട്ട ഗ്രിഗേരിയച്ചൻ, ബഹുമാനപ്പെട്ട ഐസകച്ചൻ, ഇന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് വിദ്യാലയത്തിൽ എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ട വൈദികരും മറ്റു വിശിഷ്ടാതിഥികളും. മാസം ഉണ്ടായിരിക്കില്ല, കാരണം ഞാൻ ഇല്ലാത്തത് കൊണ്ട് അച്ഛന്മാരെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടും ജൂൺ മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ച തൊട്ടാണ് നമ്മൾ തുടങ്ങുക. തിരുപ്പതിയത്തിൻ്റെ തിരുനാൾ ഭാഗമായിട്ട് വരും. അപ്പോൾ അന്നായിരിക്കും നമ്മളിവിടെ തുടങ്ങുന്നത്. അത് ജസ്റ്റിൻ പിതാവ് വന്ന് കുർബാന ചൊല്ലി തുടങ്ങും എന്നാണ് ജസ്റ്റിൻ പിതാവ് സമ്മതിച്ചിരിക്കുന്നത്. അങ്ങനെ ജൂൺ മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ച മുതൽ ഇവിടെ തുടർച്ചയായിട്ട് എല്ലാ മാസാദ്യ വെള്ളിയാഴ്ചയിലും കുർബാന ഉണ്ടായിരിക്കും. കൊണ്ട് നിങ്ങൾക്ക് വന്ന് പ്രാർത്ഥിക്കുന്ന അവസരങ്ങളിലെല്ലാം ഇത് തുറന്നിടാനായിട്ട് കാര്യങ്ങൾ ക്രമീകരിക്കുന്നതാണ്. അത് നിങ്ങൾ ഓർക്കുക എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു. ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നീട് അറിയിക്കാം. നമുക്ക് സമാപന ആശീർവാദത്തിനായിട്ട് എഴുന്നേക്കാം. സമാപന ആശീർവാദത്തിന് ശേഷം നമ്മൾ ഇത്രയും നാൾ പണി പൂർത്തിയാക്കാനായിട്ട് പ്രഭുതരണമെന്ന് പ്രാർത്ഥിച്ചു. എന്നാൽ നിങ്ങളുടെ കയ്യിൽ പണി പൂർത്തിയായി നന്ദി പറയുന്ന പ്രാർത്ഥനയുടെ ചൊല്ലിയിട്ട് നമുക്ക് പോകാം. കർത്താവ് നിങ്ങളോട് കൂടെ ശിരസ്സുനമിച്ച് നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. തന്റെ ഏകജാതന്റെ ഉത്ഥാനം വഴി വീണ്ടെടുപ്പിന്റെയും ദത്തെടുപ്പിന്റെയും ദാനം നിങ്ങൾക്ക് നൽകുവാൻ കനിവുണ്ടായ ദൈവം തന്റെ കൃപയാൽ ആനന്ദഭരിതരാകാൻ നിങ്ങളെ അനുഗ്രഹിക്കുമാറാവട്ടെ. അവിടുത്തെ വീണ്ടെടുപ്പ് വഴി ശാശ്വത സ്വാതന്ത്ര്യത്തിന്റെ ദാനം നേടിയ നിങ്ങൾ അവിടുത്തെ മഹാമനസ്കതയാൽ നിത്യാവകാശത്തിൽ പങ്കാളികളായി തീരുവാൻ ഇടയാകുകയും ചെയ്യുമാറാവട്ടെ. വിശ്വാസത്തിലൂടെ ജ്ഞാനസ്നാനത്തിൽ ക്രിസ്തുവിനോടൊപ്പം ഉയർത്തെഴുന്നേറ്റ നിങ്ങൾ ഇപ്പോൾ സുഹൃത ജീവിതം നയിച്ച് പിതൃരാജ്യമായി സ്വർഗത്തിൽ ഒന്നിച്ചേരുവാൻ യോഗ്യരായി തീരുമാറാവട്ടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കുമാറാവട്ടെ. ക്രിസ്തുവിന്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. തിരുക്കർമ്മങ്ങൾ സമാപിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹം നൽകാമോ
ഈശോടൊപ്പം